നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3 തിങ്കളാഴ്ചയാണ്. ഫെബ്രുവരി 1 തീയതി നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് കഴിഞ്ഞു. ഫെബ്രുവരി 1 തീയതി ശനിയാഴ്ചയാണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചത് യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റോക്കുകളായിരുന്നു. US പ്രസിഡന്റ് ശനിയാഴ്ച മുതൽ കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറക്കുമതിക്ക് 25%, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% താരിഫ് നടപ്പിലാക്കിയിരുന്നു. ട്രംപിന്റെ ഈ നയങ്ങൾ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുമോ എന്ന ഭയം, ആശങ്ക US മാർക്കറ്റിൽ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ആഘാതം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് $155 ബില്യൺ മൂല്യമുള്ള US ഇറക്കുമതികൾക്ക് 25% താരിഫ് ഏർപ്പെടുത്താൻ കാനഡയും തീരുമാനിച്ചു കഴിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളോട് കാനഡയുടെ ശക്തമായ പ്രതികരണം വന്നതോടെ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിഴലിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ തന്നെയാണ്. ആദ്യം US മാർക്കറ്റിൽ S&P 500 1.14% ഇടിവിലാണ്. ഡൗ ജോൺസ് 1.67% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നാൽ DAX, CAC, FTSE തുടങ്ങിയവ 1.5 മുതൽ 2.5% വരെയുള്ള ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളുടെയും കാര്യം വ്യത്യസ്തമല്ല, വലിയ ഇടിവിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് തായ്വാൻ മാർക്കറ്റാണ് 3.5% ഇടിവിലുള്ളത്. ജപ്പാൻ മാർക്കറ്റ്, നിക്കിയും കോസ്പി മാർക്കറ്റും എല്ലാം വലിയ ഇടിവിൽ തന്നെയാണ്. നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 150 മുതൽ 160 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഗ്ലോബൽ ടെൻഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് എത്രത്തോളം ഫോക്കസിലേക്ക് വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇന്നും നല്ല വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലാണ്. ഇനി നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ഇന്ന് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ നമ്മൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വന്ന സ്റ്റോക്കുകളെ കുറിച്ചും അതിന്റെ കാരണങ്ങളെ കുറിച്ചുമാണ്. കൂടാതെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാർക്കുള്ള നികുതി ഇളവ്. ആ കാര്യത്തെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. പ്രതീക്ഷിച്ചതുപോലെ ആദായ നികുതിയിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സ്ലാബിൽ നാമമാത്രമായ പരിഷ്കാരമാണ് വരുത്തിയതെങ്കിലും റിബേറ്റ് വർദ്ധിപ്പിച്ച് 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ളവരെ പൂർണ്ണമായും ആദായ നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേരുമ്പോൾ ശമ്പള വരുമാനക്കാർക്ക് 12.75 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല. പുതിയ നികുതി സമ്പ്രദായ പ്രകാരം നിലവിലെ 7 ലക്ഷം രൂപ വരെയുള്ളവർക്കായിരുന്നു ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത്. അതുപോലെ 12 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരാണെങ്കിൽ തിരഞ്ഞെടുത്ത നികുതി വ്യവസ്ഥ അനുസരിച്ച് സ്ലാബ് പ്രകാരം നികുതി നൽകേണ്ടി വരും. അടുത്തതായി 2025 ബഡ്ജറ്റിൽ വന്ന പ്രഖ്യാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്റ്റോക്കുകളിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഇനി നോക്കുന്നത്. പുകയില നികുതി നിരക്കുകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. അത് ITC, ഗോഡ്ഫ്രീ ഫിലിപ്സ്, VST ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവായി. ഗോഡ്ഫ്രീ ഫിലിപ്സ് 9%, ITC 5% ഉയർന്നു. മറ്റൊരു വലിയ പ്രഖ്യാപനമായിരുന്നു 12 ലക്ഷം രൂപ വരെ ആദായ നികുതി നൽകേണ്ടതില്ല എന്നത്. അത് പോസിറ്റീവായ മാറിയ സ്റ്റോക്കുകൾ സൊമാറ്റോ, സ്വിഗ്ഗി, നെസ്ലെ, ഡാബർ, ട്രെൻഡ്, ജൂബിലന്റ് ഫുഡ്വർക്സ്, വരുൺ ബിവറേജ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഏഷ്യൻ പെയിന്റ്സ്, വോൾട്ടാസ് തുടങ്ങിയവയൊക്കെയായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 2025 കാപെക്സ് മുൻപ് 10.18 ലക്ഷം കോടി രൂപയിൽ നിന്ന് 11 ലക്ഷം കോടി രൂപയായി ഉയർന്നു. എന്നാൽ ഈ ഒരു തുക പ്രതീക്ഷകൾക്ക് കുറവായിട്ടുള്ള ഒരു തുക ആയതുകൊണ്ട് തന്നെ ഇത് L&T, JN ഇൻഫ്ര, NCC, റെയിൽവേ, ഡിഫൻസ് സ്റ്റോക്കുകൾക്ക് നെഗറ്റീവായി ബാധിച്ചു. മറ്റൊരു പ്രഖ്യാപനം വന്നത് GST നിരക്കുകളിൽ പ്രഖ്യാപനം വേണ്ട. പുതിയ നികുതി വ്യവസ്ഥകൾക്ക് കീഴിലുള്ള 80C, 80D ഇളവുകളില്ല. ഇൻഷുറൻസ് മേഖലയിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പരിധി 74% നിന്ന് 100% ഉയർത്തും. ഇത് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് HDFC ലൈഫ്, ICICI ലംബാർഡ്, ഗോ ഡിജിറ്റ്, PB, ഫിൻടെക് തുടങ്ങിയ കമ്പനികളെ കുറിച്ച് അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു. അടുത്തതായി പ്രധാനമന്ത്രി ധന്യ കൃഷി യോജന കാർഷിക ജില്ലകളുടെ വികസന പരിപാടിയാണ്. ഇത് പോസിറ്റീവായി മാറിയത് ജെയിൻ ഇറിഗേഷൻ, ശക്തി പമ്പ്, ജാഷ് എഞ്ചിനീയറിംഗ്, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾക്കായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇവിടെ പറഞ്ഞ സ്റ്റോക്കുകളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്.
അടുത്തതായി പുറത്തു വന്ന കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം നിയോജൻ കെമിക്കൽസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 844.3% വലിയൊരു വർധനമാണ് വന്നിരിക്കുന്നത്. 10.01 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.5% വർധനവും ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തി. 201.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 70.7% വർധനവും കമ്പനി രേഖപ്പെടുത്തി. നല്ല റിസൾട്ട് തന്നെയായിരുന്നു കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അടുത്തത് GR ഇൻഫ്ര പ്രൊജക്ട്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 7.8% വർധനവ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തി. 261.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.6% ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 1694.5 കോടി രൂപയിലാണുള്ളത്. അതർ ഇൻകം 102.9 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് വെറും 24.6 കോടി രൂപയായിരുന്നു. അടുത്തത് ആർത്തി ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 62.9% ഇടിവാണ് വീണ്ടും കമ്പനി രേഖപ്പെടുത്തിയത്. ഇയർ ഓൺ ഇയറിൽ 46 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.2% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തതായി ആനന്ദ് രാജ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 53.6% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 110.3 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 36.3% വർധനവ് രേഖപ്പെടുത്തി. 534.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ജനുവരിയിലെ ഓട്ടോ സെയിൽസ് ഡാറ്റയാണ് പുറത്തു വന്നത്. ആദ്യം ഹീറോ മോട്ടോകോപ്പ്. ഇയർ ഓൺ ഇയറിൽ 2.1% ടോട്ടൽ സെയിൽസിൽ ഒരു വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 2% ഇടിവും രേഖപ്പെടുത്തി. എന്നാൽ എക്സ്പോർട്ടിൽ 140.8% വർധനവ് രേഖപ്പെടുത്തിയത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. മറ്റൊരു കമ്പനി ഐഷർ മോട്ടോഴ്സ് ആണ്. റോയൽ എൻഫീൽഡിന്റെ ടോട്ടൽ സെയിൽസിൽ 20% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എക്സ്പോർട്സിൽ 79% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ഗുജറാത്ത് ഗ്യാസ് എന്ന കമ്പനിയാണ്. ഡയറക്ടറും ചെയർമാനുമായ രാജ്കുമാർ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. അടുത്തതായി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേരുകളിലേക്ക് ഒന്ന് നോക്കാം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡിവിസ് ലാബ്സ്, അലംപിക് ഫാർമസ്യൂട്ടിക്കൽസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, ബോംബെ ഡൈയിങ്, കാസ്ട്രോൾ, ഡോംസ് ഇൻഡസ്ട്രീസ്, ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഗ്ലെൻ ഫാർമ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, HFCL, ജ്യോതി സ്ട്രക്ചേഴ്സ്, KEC ഇന്റർനാഷണൽ, KPR മിൽ, NLC ഇന്ത്യ, പോളി മെഡിക്യൂർ, പ്രീമിയർ എനർജീസ്, ഷാൽബി, ശങ്കര ബിൽഡിംഗ് പ്രൊഡക്ട്സ്, സ്റ്റോക്രാഫ്റ്റ്, ടാറ്റ കെമിക്കൽസ്, വിഷ്ണു പ്രകാശ്, വെൽസൺ എന്റർപ്രൈസ് തുടങ്ങിയ കമ്പനികളാണ്. പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. മറ്റ് ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അത് ഇവിടെ സ്ക്രീനിൽ നൽകുന്നുമുണ്ട്. ഇനി ബഡ്ജറ്റിന് ശേഷവും നല്ല വോളറ്റാലിറ്റി തന്നെയാണ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുന്നവർ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്ഷൻസിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ ഓപ്ഷൻസിൽ വെറുതെ ഇറങ്ങി പണം കളയാതിരിക്കുക. കൂടുതലായിട്ട് ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളവർക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓപ്ഷൻ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 750 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. കൂടാതെ 4 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ധാരണ ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് കിട്ടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 1327 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തത്. DIS ആവട്ടെ 824 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ സെല്ലിങ്ങിൽ ചെറിയൊരു കുറവ് വരുന്നത് പോസിറ്റീവായി തന്നെ കാണാം. അടുത്തതായി ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ തന്നെയാണ് ഇന്ന് ഫോക്കസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇപ്പോൾ ഇടിവിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.92% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 3.80% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 2.43% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇനി ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്കാണ്. ആദ്യം ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഡാറ്റയാണ് തിങ്കളാഴ്ച പുറത്തു വരുന്നത്. അന്നേ ദിവസം തന്നെ യൂറോ ഏരിയ മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും, US ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും, UK മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ഡാറ്റയും പുറത്തു വരും. ചൊവ്വാഴ്ച പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്ന ഒരു ദിവസമാണ്. കൂടാതെ ബുധനാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ സർവീസസ് PMI ഡാറ്റയും, UKയുടെ സർവീസസ് PMI ഡാറ്റയും, US ISM സർവീസസ് PMI ഡാറ്റയും പുറത്തു വരും. വ്യാഴാഴ്ച UKയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എല്ലാ ആഴ്ചയിലും പോലെ വ്യാഴാഴ്ച പുറത്തു വരും. വെള്ളിയാഴ്ച ഫെബ്രുവരി 7-ാം തീയതി ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും അങ്ങേയറ്റം പ്രധാനപ്പെട്ടത് തന്നെയാണ്.
ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റയും അന്നേ ദിവസം തന്നെ പുറത്തുവരും. ഓയിൽ പ്രൈസുകളിലേക്ക്. US-ന്റെയും കാനഡയും താരിഫ് യുദ്ധങ്ങൾ തന്നെയാണ് ഇന്ന് ഓയിൽ പ്രൈസുകളിലും ഫോക്കസിലുള്ളത്. ഓയിൽ പ്രൈസുകൾ ഇന്ന് രാവിലെ തന്നെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. 76.29 ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത്. 0.83% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $73.86 പെർ ബാരൽ എന്ന നിലയിൽ 1.83% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. തിങ്കളാഴ്ച നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ലെവലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് 23,482 26 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ബഡ്ജറ്റ് ഡേയിൽ ക്ലോസ് ചെയ്യുന്നത്. ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 20-day EMA ആണ്. ശനിയാഴ്ച ബഡ്ജറ്റ് ദിവസത്തിൽ 20-day EMAയിൽ സപ്പോർട്ട് എടുത്താണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. 200-day EMA ഉള്ളത് 23,620 ലെവലിലാണ്. ഡൗൺ സൈഡിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവൽ 20-day EMA തന്നെയാണ്. 23,300 ആ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽ കൂടി നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ 23,300 മുതൽ 23,250 വരെയുള്ള ലെവൽ ശ്രദ്ധിക്കണം. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററിൽ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. എന്നാൽ നിഫ്റ്റി 23,500 താഴെയായിട്ട് ക്ലോസ് ചെയ്തു എന്നതും ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. വീക്ക്ലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയം ഉള്ളത് നല്ല ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷേ വരുന്ന ആഴ്ചയിലും ഈ ഒരു പുൾ ബാക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു റിവേഴ്സലിന് നമുക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ ലഭിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഡ്ജറ്റ് എന്ന പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് വരുന്ന 1-2 ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും മാർക്കറ്റിൽ. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കൺഫർമേഷൻ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും വുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 23,000 ആണ്. അതിനുശേഷം 23,200 സ്ട്രൈക്കും അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇപ്പോഴും 23,500 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,300 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 23,450 9% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. എന്നാൽ കോൾ സൈഡിൽ 89% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 23,400 സ്ട്രൈക്കിൽ 4% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 5% മാത്രം വർധനവാണ്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പും മാത്രമാണത്. 23,500 സ്ട്രൈക്കിൽ 1% വർധനവ് മാത്രം പുട്ട് സൈഡിൽ, 74% വർധനവ് കോൾ സൈഡിൽ കാണാം. വളരെ വലിയൊരു ഷോർട്ട് ബിൽഡപ്പാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് ചെറിയൊരു മുൻതൂക്കമുണ്ട് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,506 195 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ ദിവസമായിട്ട് ഒരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മൾ പറഞ്ഞ ആ ഒരു അപ്സൈഡിലെ 49,650 പാറ്റേണിന്റെ ആ ഒരു ടാർഗറ്റ് കൂടി ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവൽ 51,625 ആണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 49,000 ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണെങ്കിൽ രണ്ടാമത് 47,500 ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ ബാങ്ക് നിഫ്റ്റിയുടെ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 46,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കുമാണ്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 18.18 18.5% ഇടിഞ്ഞാണ് ശനിയാഴ്ച ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അത് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ OI അനാലിസിസ് എല്ലാം നടത്തിയിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും ആ സൈറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ഒരു സൈറ്റ് തന്നെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക.
ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ അവിടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.